എല്ലാവർക്കും SCERT ഹബിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജനുവരി 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ഈയിടെ അന്തരിച്ച സസ്യശാസ്ത്രജ്ഞൻ KS മണിലാൽ. KS മണിലാലാണ് ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലും ഇംഗ്ലീഷിലും പരിചയപ്പെടുത്തിയത്. കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി തൃശൂർ. വനമിത്ര പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഹരിയാന. ഇന്ത്യയിലെ ആദ്യ ഗ്ലാസ് പാലം കന്യാകുമാരി. നിലവിലെ കേരള ഗവർണറായി തെരഞ്ഞെടുത്തത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. 2025 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിപ്പാട്. മൻമോഹൻ സിംഗിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം നിഗംബോധ്ഘട്ട്. 2024 ഡിസംബർ 26 മൻമോഹൻ സിംഗ് അന്തരിച്ചത്. ആരിഫ് മുഹമ്മദ് ഖാൻ നിലവിലെ ഏത് സംസ്ഥാനത്തെ ഗവർണറാണ്? ബീഹാർ. ചൈനയിൽ പരക്കുന്ന പുതിയ വൈറസിൻ്റെ പേര് ഹ്യൂമൻ മെറ്റനുമ വൈറസ്. നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ വി രാമസുബ്രഹ്മണ്യൻ. ഖേൽരത്ന ലഭിച്ച ഷൂട്ടിംഗ് താരം മനു ബക്കർ. ഉപായി മാപ്ല എന്ന കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയനായ കാർട്ടൂണിസ്റ്റ് ഈയിടെ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് കുമ്പനാട്. കർഷകരുടെ ആവശ്യങ്ങൾക്കായി രൂപീകരിച്ച ആപ്പ് ഖദർ. അർജുന അവാർഡ് ലഭിച്ച നീന്തൽ താരം സാജൻ പ്രകാശ്. ഹ്യൂമൻ മെറ്റാന്യൂറോ വൈറസ് ആദ്യമായി ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തത് ബാംഗ്ലൂർ. 78ാമത് സന്തോഷ് ട്രോഫി ജേതാക്കൾ വെസ്റ്റ് ബംഗാൾ. വേദിയായിരുന്നത് ഹൈദരാബാദ്. മനോരഥം എന്ന കവിതാ സമാഹാരം ആരുടേതാണ്? കലാമണ്ഡലം ഗോപി. ഈയിടെ അന്തരിച്ച ഇന്ത്യയുടെ പ്രശസ്ത ആണവ ശാസ്ത്രജ്ഞൻ R ചിദംബരം. ഇദ്ദേഹം 1974ലെയും 98ലെയും പൊക്രാനിലെ ആണവ പരീക്ഷണങ്ങളിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. കേരള നിയമസഭയുടെ സാഹിത്യ പുരസ്കാരം M മുകുന്ദന്. ഇന്ത്യയുടെ ക്രയോമാൻ എന്നറിയപ്പെടുന്ന ISRO ചെയർമാൻ V നാരായണൻ. ISRO ചെയർമാനാകുന്ന 6ാമത്തെ മലയാളിയാണ് V നാരായണൻ. കൊഡാലിയ നദീതർക്കം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യ ബംഗ്ലാദേശ്. 2025 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗത്വം നേടിയത് ഇന്തോനേഷ്യ. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റത് ബഹാദൂർ സിംഗ് സാഗു. കവനന്റ് ഓഫ് വാട്ടർ എന്ന പുസ്തകം ആരുടേതാണ്? എബ്രഹാം വർഗീസ്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 17ാമത് ബഷീർ പുരസ്കാരം PN ഗോപികൃഷ്ണന്. കവിത മാംസഭോജിയാണ്. 2025 റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥി പ്രഭാവോ സുബിയാന്തോ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ്. ലോകത്തെ ആദ്യ തടി കൊണ്ടുള്ള കൃത്രിമ ഉപഗ്രഹം ലിഗ്നോസാറ്റ്. ലിഗ്നോസാറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ജപ്പാനാണ്.